പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ ഇന്ന് തീരുമാനിച്ചേക്കും. DGP-മാരായ നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരുടെ പട്ടികയാണ് UPSC കേരളത്തിന് കൈമാറിയത്. നിതിൻ അഗർവാളോ റവാഡ ചന്ദ്രശേഖറോ പോലീസ് തലപ്പത്തെത്തുമെന്നാണ് വിവരം. DGP മനോജ് എബ്രഹാം, ADGP MR അജിത് കുമാർ എന്നിവരിൽ ഒരാളെ പോലീസ് മേധാവിയാക്കാനാണ് മുഖ്യമന്ത്രിക്ക് താൽപര്യമായിരുന്നതെങ്കിലും ഇരുവരും പട്ടികയിൽ ഉൾപ്പെട്ടില്ല. ഇതോടെ UPSC തയ്യാറാക്കിയ പട്ടികയിലെ DGP-മാരായ നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരിൽ ആർക്ക് നറുക്കു വീഴുമെന്നാണ് ആകാംക്ഷ. റോഡ് സുരക്ഷാ കമ്മീഷണറും ഏറ്റവും സീനിയറുമായ നിതിൻ അഗർവാളിന് സാധ്യതയേറുന്നുവെന്നാണ് വിലയിരുത്തൽ. നിലവിലെ പോലീസ് തലവനായ ഷെയ്ഖ് ദർവേ സാഹിബിനെ പോലെ നിതിൻ അഗർവാളും സർക്കാരുമായി ചേർന്നു പോകുമെന്നും കരുതുന്നു. എന്നാൽ നിലവിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി സെക്രട്ടറി റവാഡ ചന്ദ്രശേഖറിന് സാധ്യത കൽപ്പിക്കുന്നവരുമുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തിയ റവാഡ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ടിരുന്നു. എന്നാൽ കൂത്തുപറമ്പ് വെടിവെപ്പ് സമയത്ത് കണ്ണൂർ ASP ആയിരുന്ന റവാഡയെ മേധാവിയാക്കുന്നതിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തിയുണ്ടെന്നാണ് വിവരം. 1989 ബാച്ച് ഉദ്യോഗസ്ഥനായ നിതിൻ അഗർവാളും 1991 ബാച്ചുകാരനായ റവാഡയും 2026 വിരമിക്കേണ്ടവരാണ്. എന്നാൽ പോലീസ് മേധാവിയായാൽ 1 വർഷം കൂടി നീട്ടിക്കിട്ടും. അതിനാൽ ഇരുവരും സ്ഥാനലബ്ധി ആഗ്രഹിക്കുന്നുമുണ്ട്. പട്ടികയിൽ മൂന്നാമനായ അഗ്നിരക്ഷാ മേധാവി യോഗേഷ് ഗുപ്ത സർക്കാരുമായി തെറ്റിയതോടെ പോലീസ് മേധാവിയാകാനുള്ള സാധ്യത മങ്ങി. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരായ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ചോദിക്കാതെ CBIക്ക് ഫയൽ കൈമാറിയതാണ് അതൃപ്തിക്ക് കാരണമെന്നാണ് വിവരം. ഇതോടെ കേന്ദ്ര ഡെപ്യൂട്ടേഷന് പോകാനായി അപേക്ഷിച്ച ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പോലും സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല. ജൂൺ 30-നാണ് നിലവിലെ പോലീസ് മേധാവി വിരമിക്കുക. ഏതായാലും കേരള പോലീസിന്റെ തലപ്പത്ത് ആരെ പ്രതിഷ്ഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.